പ്രഷറും ഷുഗറും ഇല്ലാതെ ജീവിക്കുന്ന ഒരു ജനത ഇവരാ. കാര്യം മേലോട്ട് നോക്കിയാൽ ആകാശം, താഴോട്ട് നോക്കിയാൽ ഭൂമി. എന്തെങ്കിലും കായികനികളൊക്കെ പറിച്ചും അതുപോലെ അന്നന്നത്തെ കുലുവലെടുത്തും സന്തോഷത്തോടെ ആചാരാനുഷ്ഠാനങ്ങളുടെ വിശ്വാസ പ്രമാണങ്ങളെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് സന്തോഷമായിട്ട് ജീവിക്കുന്ന ഈ ഒരു ജനത എന്തായാലും അവരുടെ മാനസികാവസ്ഥ ഉയർന്നു വരും. അവരും കാർ വാങ്ങും, അവരും ബംഗ്ലാവ് വെക്കും, അവരും നല്ല സന്തോഷമായിട്ട് ജീവിക്കുന്ന ഒരു കാലം അതിവിദൂരമല്ല, വിദൂരമാവാതിരിക്കട്ടെ എന്നൊരു പ്രതീക്ഷയാണ് എനിക്കുള്ളത്. ഞാൻ പറയാൻ മറന്നു, ഇത് രാജകൊട്ടാരത്തിൻ്റെ അടുക്കളയാണ്. പരമ്പരാഗതമായി ഈറ്റയുടെ ആ മറ്റേ ചില്ലകളും അതുപോലെ കമ്പും ഇതിൻ്റെ ഈ പുല്ലുമൊക്കെ കൊണ്ടുവച്ച് അവരുണ്ടാക്കിയിട്ടുള്ളതാണ്. ഇതിനകത്ത് പകൽ സമയത്ത് കുടുക്കിടാനുള്ള വേനൽ സമയത്ത് അതിനകത്ത് നിൽക്കണം. എ സി പാവപ്പെട്ടവൻ കണ്ടുപിടിച്ച എ സി, പ്രകൃതിയെ നിരീക്ഷിക്കുന്ന മനുഷ്യൻ കണ്ടുപിടിച്ച എ സി. എന്നിട്ടും നമ്മൾ കഷ്ടം. ഇനി കാനന രാജൻ്റെ അമൃതത്താണ്. ചിലപ്പോൾ അതിൻ്റെ സൈഡിൽ നിന്നാൽ എനിക്കും കൂടി ഇച്ചിരി തരുമായിരിക്കും. അത് ഇവർ പറയുന്നൊരു പ്രത്യേക പേരാ. പുല്ല് എന്നാണ് പേര് ഇവർ പറയുന്നത്. കട്ടി എന്ന് വേറെ ആൾക്കാരും പറയും. എന്താ സംഗതി എന്നുള്ളത് എനിക്ക് ഇതുവരെ പിടിയിട്ടിട്ടില്ല. എന്തായാലും അതോട്ട് എല്ലാം പക്ഷേ സംഭവം ഭയങ്കര ആരോഗ്യമുള്ള സാധനമാണെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. അപ്പോൾ ആ വനവിഭവം രാജാവ് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ നമുക്ക് ഉണ്ടാക്കിത്തരും. അത് കഴിക്കാനുള്ളൊരു ഭാഗ്യം, ഒരു മഹാഭാഗ്യം. രാജാവിൻ്റെ അതിഥിയാവുക, രാജാവിൻ്റെ അന്നം കഴിക്കുക, രാജാവിൻ്റെ കൂടെ ഇരിക്കുക. ഞാൻ ആരാ? അപ്പോൾ നമ്മുടെ പാചകം ആരംഭിക്കുകയാണ്. ഈ മണിയമ്മയാണ് നമുക്ക് പാചകം ഉണ്ടാക്കി തരാൻ പോണേ അല്ലേ? അതൊക്കെ മണി എന്ന് മാത്രമേ ഉള്ളൂ. മണി നാരായണൻ. ഇത് രാജാവിൻ്റെ ആരാ? ആണാ? ആഹാ. മറ്റേ ചേച്ചിയോ? ആ, ആരുടെ? രാജാവിൻ്റെ അല്ലേ? നമുക്കിത് എന്ത് ഉണ്ടാക്കാൻ പോണ ഇന്ന്? പുല്ലല്ലേ? ഇത് കണ്ടോ, ഇത് വേറെ രസമുള്ള സംഭവം കണ്ടോ? അവർക്ക് ഇരിക്കാനുള്ള കസേരയും ഇതിലോട്ട് വെച്ചിരിക്കുന്ന എല്ലാം കൂടെ നോക്കി കറക്റ്റ് നല്ല രസമുള്ളൊരു ഇരിപ്പിടാം. ഇത് എന്തിനാ ഇങ്ങനെ വെക്കണേ? എന്തിനാ? അല്ല, ഈ വടി എന്തിനാ വെക്കണേ ഇങ്ങനെ? കലം മറിഞ്ഞു വീഴാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ? ഓ, അത് കൊള്ളാം. അപ്പൊ ഇത്രയും ആയിട്ടുണ്ട്. ഇതിനകത്ത് എന്തെന്നാ ചേർക്കണം നമ്മള്? എന്ത് മാവാ? കുറുമ്പുല്ല് അരച്ച് കല്ലിൽ അരച്ച് ഇപ്പൊ കടന്ന് മേടിക്കും. കുറുമ്പുല്ല് മേടിക്കാൻ കിട്ടുമോ? അപ്പൊ ഇപ്പൊ നമ്മളിതിനകത്ത് എന്താ ഇടാൻ പോണേ? രാജകീയ ഭക്ഷണമാണ്, പരിപാവനമായിട്ട് ഉണ്ടാക്കുന്നതാണ്. ശരി, ഇത് മാവ് ഈ ഒരു കലത്തിനകത്ത് വെള്ളം അവർ തിളപ്പിച്ചിട്ട് ഏകദേശം ഒരു 5 ലിറ്റർ വെള്ളം കാണും ഇതിനകത്ത്. പണ്ട് എടുത്തിട്ട് ഇത് വെള്ളത്തിലിട്ട് അരച്ചെടുക്കും. പക്ഷെ ഇന്നിപ്പോ ഇത് പീപ്പിന്റെ പൊടി മേടിക്കാൻ കിട്ടും, പൊടിച്ച പൊടി മേടിക്കാൻ കിട്ടും. മഞ്ഞപ്പൊടി എന്ന് പറഞ്ഞാൽ ഈ കൂവപ്പൊടിയല്ലേ അല്ലേ? കൂവപ്പുല്ലല്ലേ? ഇനി ഇതിങ്ങനെ ആക്കിക്കൊണ്ടിരിക്കും അല്ലേ? അപ്പൊ ശരി, കലം താഴെ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് പിടുത്തത്തിന് വേണ്ടിയിട്ടാണ്. എമ്മായി വൃത്തിയാണിപ്പോ.
ഈ ഒരു ആക്ഷൻ കാണുമ്പോൾ എനിക്ക് വേണം കുട്ടനാട്ടിൽ നമ്മുടെ മീൻ പിടിക്കാൻ പോണ ചേച്ചിമാർ വള്ളം വീണ പോലെ കറക്റ്റ് ആക്ഷൻ അല്ലേ. പക്ഷേ ആ പുല്ലെല്ലാം കൂടെ ഒന്ന് കുറുകി വരാൻ വേണ്ടിയിട്ടാണ്. ചെറിയ വെള്ളത്തിലായതുകൊണ്ട് ഇപ്പം നല്ല ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന ആ പരുവത്തിലാണ് നിൽക്കുന്നത്. എന്നിട്ട് ഇതിനകത്ത് വേറെ എന്തൊക്കെയാ അമ്മച്ചി ചേർക്കണം നമ്മൾ? ഇത് വേറെ കറി അല്ലേ? മീൻ കറി. അപ്പോൾ അത് ആയിട്ടുണ്ട് സാധനം. അത് കൊള്ളാം. ഞാനിത് ഭയങ്കര വേറെ എന്തൊക്കെയോ സംഭവമായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കും. അടപ്രഥമനൊക്കെ ഉണ്ടാക്കുന്ന അത്രയും സമയം വെച്ച് കുറേ കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ വാലെ ഇതിനകത്ത് ചേർക്കാനുള്ള സാധനം വരുമെന്നൊക്കെ ഓർത്താണ് ഞാനിരുന്നത്. ഒന്നുമില്ല. പക്ഷേ എങ്കിലും ഈ സാമ്പാറിൻ്റെ കൂടെയോ മീൻകറിയുടെ കൂടെയോ ഇറച്ചിക്കറിയുടെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന സാധനമാണിത്. ഈ നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് ഈ പിടിയും കറി എന്ന് പറയല്ലേ, ഈ കടലയൊക്കെ ഉണ്ടാക്കുമ്പോൾ വലിയ കടലയ്ക്ക കൊണ്ട് കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് അതിനകത്തേക്ക് കുഴക്കട്ട പോലെ ഉണ്ടാക്കി നേരെ കുഴക്കട്ട പോലെ ആക്കിയെടുത്ത് അതിനകത്തിടും. അപ്പോൾ അത് അതിനകത്ത് കിടന്ന് നല്ല കൊഴുകൊഴാന്നിരിക്കും. എന്നിട്ട് അതിടയ്ക്ക് എടുത്ത് അതും പിന്നെ കടലെടുത്ത് ഇങ്ങനെ അടിക്കാവുന്ന സാധനമാണ്. അതുപോലത്തെ എന്തോ പരിപാടിയാണിത്. ഉപ്പ്, മുളക്, പുളി, കിളി ഒന്നുമില്ലാതെ വളരെ സാത്വികമായിട്ട് ഉണ്ടാക്കി കഴിക്കണതുകൊണ്ടാണ്. രാജാവിനെയൊക്കെ കണ്ടില്ലേ, നല്ല കരുത്തനല്ലേ. ഇവിടുത്തെ ആൾക്കാരെയൊക്കെ കണ്ടില്ലേ, ഒറ്റ ഇടിവെച്ച് തന്നാൽ നമ്മുടെ നെഞ്ചാങ്കൂട് തകർന്നു പോകും. അപ്പം അതിൻ്റെ കാരണം ഒരുപാട് പുളിയോ രസമോ അല്ലെങ്കിൽ ഒരുപാട് മുളകോ മല്ലിയോ ഒന്നും തിന്നാതെ വളരെ കുറച്ച് ചെറിയൊരു സാഹചര്യം കൊണ്ട് ചെറിയ രീതിയിൽ അവർ ജീവിക്കുകയാണ്. അത് പക്ഷെ വളരെ സന്തോഷമായിട്ട് വീണ്ടും തിത്തിത്താര തുടങ്ങി. അല്ലേ? അതേ കണ്ട അവരുടെ ബുദ്ധി ഒന്ന് നോക്കി. എനിക്ക് ഈ ബുദ്ധി കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് പണ്ട് നാഷണൽ ജിയോഗ്രാഫിക് ചാനലിൽ ഒരു ചിമ്പാൻസി അവൻ വന്നിട്ട് ഒരു ഉറുമ്പൊരു കുഴിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. അപ്പോൾ അതിനെ ഇവൻ പിടിച്ച് ഇങ്ങനെ തിന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അടുത്തൊരു ഉറുമ്പ് വന്നപ്പോൾ വീണ്ടും ഇങ്ങനെ തിന്നു. അപ്പോൾ അത് കഴിഞ്ഞ് വീണ്ടും ഉറുമ്പുകൾ അതിൽ നിന്ന് വരാൻ വേണ്ടി പുള്ളി വെയിറ്റ് ചെയ്യുക. പക്ഷെ ഒരെണ്ണം പോലും വന്നില്ല. ആ പുള്ളിക്ക് മനസ്സിലായി പണി അവരറിഞ്ഞെന്ന് മനസ്സിലായി. പുള്ളി ആ ചെറിയൊരു കൈ കൊണ്ട് പുള്ളി പതുക്കെ ആ കുഴി ഇച്ചിരി വലുതാക്കിയിട്ട് ഒരു ചെറിയ കമ്പ് കഷ്ണം, ഒരു ഈർക്കിലി പോലത്തെ ഒരു കഷ്ണം ഒടിച്ചെടുത്ത് നല്ല പൊളിച്ച് നല്ല വൃത്തിയാക്കി, നമ്മളെ പണ്ട് ആശാമ്പള്ളി കൊടുത്ത് ആശാൻ തല്ലാനെടുത്ത് ഈർക്കിലി എടുക്കുകയല്ലേ എന്ന് പറഞ്ഞ പോലെ പുള്ളി വൃത്തിയാക്കിയിട്ട് ഈ കുഴിക്കകത്തേക്ക് ഇട്ട് കൊടുത്ത് എന്നിട്ട് കുഴിയിൽ നിന്ന് എടുത്ത് പൊക്കിയിട്ട് നോക്കുമ്പോൾ അതുമേലൊരു 10-30 ഉറുമ്പിരിപ്പുണ്ടായിരുന്നു. ആ പുള്ളി അതിനെ നിന്ന് ആ ബുദ്ധിയാണ് ഈ ബുദ്ധി. ആ പ്രാക്ടിക്കൽ ബുദ്ധിയാണ് ഈ ബുദ്ധി. നോക്കിക്കേ, കല ഒട്ടും മറിയയില്ല. ഇത്ര ആയാസപരമായിട്ട് നമുക്ക് ഇളക്കാനായിട്ട് വേറെ 2 പേര് പിടിക്കണം. ഒന്നിൻ്റെ ആവശ്യമില്ല. ഒരാൾ തന്നെ ഇരുന്നുകൊണ്ട് ഒരാളുടെ കൺട്രോളിൽ തന്നെ കൂവപ്പൊടി സംഭവം റെഡിയായി വരികയാണ്. രാജാവ് വരുന്നുണ്ട്. അപ്പം സംഭവം എല്ലാം റെഡി ആയിരിക്കുകയാണ് അല്ലേ? ഇത് നമ്മുടെ സ്ഥിരം ഇവിടുത്തെ സാധാരണ നമ്മുടെ എല്ലാവരുടെയും ഭക്ഷണം ഇതാണോ? ഭക്ഷണം എന്ന് വെച്ചാൽ നമ്മുടെ നൂറ്റാണ്ടുകൾ തന്നെ ഭക്ഷണത്തിന് പഴക്കമുണ്ട്. ഇങ്ങനെ കുറുക്കി ഉണ്ടാക്കുന്നതിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ ഇറച്ചിക്കറിയും അല്ലേ? മീൻകറി, ഞണ്ടുകറി, അങ്ങനെ വേറെ എന്തെങ്കിലും കറിയുടെ കൂടെ ഇത് നമുക്ക് ഉപയോഗിക്കാം അല്ലേ? ഏത് കറിയിലും. ഓക്കെ, ഇത് കഴിയുക അല്ലേ? അപ്പം ഞാൻ ഈ രാജാവ് അവിടെ നിന്ന് തന്നെ വിളിച്ചിട്ട് പുല്ല് കട്ടി ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഓടി വന്നപ്പോൾ ഭയങ്കര കുറേ ഒരു 10,100,000 വിഭവങ്ങളെല്ലാം കൂടിയിട്ട് ഇളക്കി ഭയങ്കര രാജകീയ ഭക്ഷണമെന്ന് ഓർത്തു. ഇപ്പോൾ വന്നപ്പോഴാണ് ഈ യഥാർത്ഥ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഒരുപാടില്ലാത്ത സാധാരണ ചെറിയ ഭക്ഷണം എങ്കിലും നമുക്ക് രുചി നോക്കാമായിരുന്നു. ഇത് നമ്മൾ ഇച്ചിരി ഈ പാത്രത്തിലേക്ക് ഇട്ടേന്ന് എന്തുവാ? നിങ്ങളുടെ ഭാഷ എന്തുവാ? പുല്ല് എന്നുവെച്ചാൽ ഇങ്ങോട്ട് ഇടാനാ? പുല്ല് മുഖക്കനാ. ഇത് നന്നായിട്ട് ആറണം. ആറിയിട്ട് ഇത് ചിക്കൻ കറി, നല്ല നാടൻ കോഴി, താറാവ് കറി, മീന്. അതെ, ഇത് സാമ്പാർ അല്ലേ? സാമ്പാർ ഒഴിച്ചു വേണേലും ഇത് കഴിക്കാവുന്ന സാധനമാണ്. തണുത്തോട്ടെ പ്ലീസ്, ഒന്ന് ക്ഷമിക്കും പ്ലീസ്.
അതിനാണ് നമ്മൾ ഇതിങ്ങനെ കുറുക്കിയെടുക്കുന്നത് അല്ലേ? അതിന് പോലും നമ്മൾ സമയം കളയണ്ടല്ലേ? ഇതിങ്ങനെ എടുത്ത് അല്ലേ? ഇതല്ലേ പരിപാടി? ഇതിങ്ങനെ എടുത്ത് ഇത് മിക്കവാറും ഞാൻ തന്നെ തിന്നു തീർക്കുന്ന രക്ഷമാണ്. പക്ഷെ എങ്കിലും ഒരു അല്പം രാജാവിനും കൊടുക്കണം എന്നൊരു ആഗ്രഹം എനിക്കുണ്ട്. ഈ നന്മയാണ് മന്നാൻ സമുദായം വീണ്ടും ഒന്നിച്ചുകൂടി ഒരു സുസജ്ജമായ രാജ്യമായി മാറാൻ ഒരുങ്ങുന്നത്. അതിന് സുസജ്ജനായിട്ടുള്ള ഒരു പോരാളിയെ തന്നെ ഈ സമുദായത്തിന് കിട്ടുകയും ചെയ്തു, രാമൻ രാജമന്നാൻ. അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ഈ രാജ്യത്ത് സമ്പൽ സമൃദ്ധി, ഇന്ന് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ വേവലാതി സാമ്പത്തിക അരക്ഷിതാവസ്ഥയാണ്. അതൊക്കെ മാറി ഒരു സാമ്പത്തിക പുരോഗതിയിലേക്ക് വന്ന് സുസജ്ജമായ ഒരു രാജ്യമായി മാറട്ടെ. കേരള സംസ്ഥാനത്തിനകത്ത് മാതൃകാപരമായ ഒരു രാജഭരണം എന്താണ്, ഒരു രാജ്യഭരണം എന്താണ് എന്ന് അദ്ദേഹത്തിന് നമ്മളെ കാണിച്ചു തരാനാവട്ടെ. ഒരു പരിഷ്കൃത സമൂഹത്തിന് എന്താണ് ഒരു രാജ്യഭരണം എന്ന് കാണിച്ചു തരാൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സോൾട്ട് ആൻഡ് പെപ്പർ രാജാവിൽ നിന്നും ഇപ്പോൾ തൽക്കാലം വിടവാങ്ങുകയാണ്. ഇനി വീണ്ടും നമുക്ക് ഒരിക്കൽ രാജാവിൻ്റെ അടുത്ത് വരാം. രാജാവിൻ്റെ വീണ്ടും പഴയകാലത്തെ രുചികൾ കൂടുതലുണ്ട്, അത് നമുക്കറിയാം. തൽക്കാലത്തേക്ക് കൗമുദിയും അനൂപ് ചന്ദ്രനും ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പെപ്പറും രാജാവിൻ്റെ അടുത്ത് നിന്ന് വിടവാങ്ങുകയാണ്.